girlfriend bring this. No girlfriend, single. Single. Yes. Many girlfriend. You have many girlfriends. Is it easy to get girlfriend in Philippines? It's easy. Oh my God. ഹായ് ഗുഡ് മോർണിംഗ്. സൺസ്ക്രീൻ ഇട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് മുഖത്ത് കാണുന്നത്. സോ നമ്മള് സെബൂല മോൾ ബോളിൽ എത്തിയിട്ട് രാവിലെ തന്നെ കോഫി കുടിക്കാൻ വേണ്ടി അറിയാം. അതാണ് എന്റെ ഹോസ്റ്റലുണ്ടോ ചെറിയ ബാക്ക് പാക്കർ ഹോസ്റ്റലില് രാത്രി ഓൾമോസ്റ്റ് 2 മണിയായപ്പോ എത്തി. പക്ഷെ അവര് ചെക്ക് ഇൻ ചെയ്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നല്ല ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ഞാൻ സഡൻസിനോട് സ്വിമ്മിങ്ങിന് വേണ്ടി പോകാൻ 1:30 ചെയ്യുന്നു. അപ്പൊ രാവിലെ തന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ചിട്ട് വാങ്ങിച്ച് ഇതിന് നേരെ ഓപ്പോസിറ്റ് റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മളെ വെജിറ്റബിൾ ഓംലെറ്റ് വിത്ത് ഹാം ഉണ്ടായിരുന്നു. പരാത്ത നന്നായത് പോർക്ക് എന്തോ ആയിരുന്നു. Jolan is with me. Yeah, we are going to see some turtles and sardines. Turtle and sardine. Okay. Let's see, guys. നമ്മുടെ ജോഹാന്റെ കൂടെ പോവാണ്. സഡൻസ് എനിക്ക് തോന്നുന്ന മത്തി തന്നെ. പക്ഷേ ലോകത്തിൽ 2 സ്ഥലത്ത് ഇത്ര അധികം കാണാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്ഥലം അതാണ്, രണ്ടാമത്തെ എനിക്കറിയാം സെബൂല മോൾബോളാണത്. സോ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാണ് കേട്ടോ. ഒരുപാട് ATMs കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ രാത്രി വരുമ്പോൾ തന്നെ കണ്ടിരുന്നത് 24 hours ഷോപ്പൊക്കെ. ഒരുപാട് ബാക്ക് പാക്കേഴ്സ് ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ട്രാവലേഴ്സ് ഉള്ള ഏരിയ ആണ്. സോ നമ്മളും എക്സ്പീരിയൻസ് ചെയ്ത് തരാം. ഫുൾ സെറ്റ് ആണ്. സോ നമ്മുടെ ജുദാനുണ്ട്. നമ്മൾ ഓൾറെഡി സ്നോർക്കലിംഗ് എല്ലാം ചെയ്ത് വന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ എന്നോട് ഒന്ന്. No touching turtle, okay? Okay. Just watching. I'm holding the boy. Okay. Yes, you got it. Okay. Oh, that's amazing. Yes, finally we got some sardines and turtle. That's amazing. We are in Mall Ball Cebu. Seb. 350 peso ആണ് ഇതിന്റെ ചാർജ്. ഇവർക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ച് കൊടുക്കണം. ഓരോത്തിന് ഒരാളെന്ന് കുറച്ച് പുഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു താഴോട്ട് പോകാനൊക്കെ. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ടാകുമ്പോൾ അധികം താഴോട്ട് പോകാൻ പറ്റില്ല, കുറെ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല. എനിയോ നമ്മൾ ഇവിടെ വരെയൊക്കെ വന്നതല്ല. സോ വി ഡോണ്ട് നീഡ് ടു 200-300 പെർസെന്റ് നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. സോ Nice. സോ നമ്മൾ ഇവിടുന്ന് ബൈക്ക് എടുത്തു. അവരുടെ അടുത്ത് ബൈക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 350 പെസോ കൊടുത്തിട്ട് നമ്മളൊരു ബൈക്ക് എടുക്കാണ് ചെയ്തത്. അപ്പൊ ഇതിൽ ഫുൾ ടാങ്ക് ആണെന്ന് പറയുന്നത്. സോ നമ്മൾ തിരിച്ചെത്തിക്കുമ്പോഴും അതുപോലെ തന്നെ ഫുൾ ടാങ്ക് ഉണ്ടാവണം. ഓക്കെ. സോ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ചെറിയ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റലാണ് കേട്ടോ. എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും റെഡിയാക്കില്ല. സോ നമ്മളാ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഓൾമോസ്റ്റ് തീർന്നുണ്ട്. ഞാൻ 1000 ദിർഹംസ് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം തീർന്നു. ചെറിയൊരു എമൗണ്ട് ബാക്കിയുള്ളൂ.
ഇവിടെ ആണെങ്കിൽ അങ്ങനെ അതേ സ്ഥലത്തൊന്നും കാർഡ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ATM ഒന്ന് വലിച്ചു നോക്കട്ടെ എങ്ങനെയാണ് കോസ്റ്റ് എന്നുള്ളത്. സോ എന്റെ ഹോസ്റ്റലിന് അവിടെ നിന്ന് വരുന്നിടത്ത് തന്നെ ഒരു ATM കണ്ടിരുന്നു. ATM കയറി ഞങ്ങളാ ഇവിടെ UAE കറൻസി ഒക്കെ മാറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അവിടുന്ന് തന്നെ ചേഞ്ച് ആക്കിയിട്ട് വരുന്നതാണ്. ഇന്റർനാഷണലൊക്കെ മാത്രമേ കാർഡ് എടുക്കുന്നുള്ളൂ. ജോളിബി പോലുള്ള സ്ഥലത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ക്യാഷ് തന്നെയാണ്. ഈവൻ ഹോസ്റ്റൽസ് പോലും കാർഡില്ല. അതൊരു പ്രശ്നമാണ്. സോ ബ്രിങ് ക്യാഷ്, ബ്രിങ് ഡോളേഴ്സ്, ദാറ്റ്സ് ബെറ്റർ. യു ക്യാൻ ചേഞ്ച് ഇറ്റ് ഫ്രം എനിവർ. സോ വി ആർ എക്സ്പ്ലോറിങ് സബുവിന്റെ മോട്ടോർ ബൈക്ക്. ഫുട്ബോളിലാണ് നമ്മളുള്ളത്. മോൾ ബോളിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഓണായ ഏരിയ ആണ്. ഹോസ്റ്റലിൽ കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കിലോമീറ്ററുകൾക്കപ്പുറം ഒരു പരിചയമില്ലാത്ത മനുഷ്യന്മാരുടെ കൂടെ ആരോ എന്ന ബൈക്ക് ഓടിച്ചങ്ങനെ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. ഞാനിങ്ങനെ ആ കന്യോണിയറിംഗിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. ആ കന്യോണിയറിംഗ് ഇന്ന് ക്ലോസ് ആണ്. പക്ഷെ അത് വേറൊരു സ്ഥലത്തേക്ക് എത്താണ്ട്. എന്താ രസമല്ല. വരുന്ന വഴി കംപ്ലീറ്റ് അങ്ങനെ കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറെ കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി ഉള്ളോട്ട് എത്തിട്ടോ. ഉള്ളോട്ട് ഇനി കുറച്ച് കിലോമീറ്റേഴ്സ് ഓടാണ്ടായിരുന്നു. ഒരു 3.5 കിലോമീറ്റർ. റോഡ് വളരെ ഇങ്ങനെ മോശമാണ്. ചില സ്ഥലത്ത് നല്ല റോഡുണ്ട്. എന്നാൽ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ, ചെറുതും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇതൊക്കെ ഭയങ്കര നല്ല സ്ഥലങ്ങളാണ്. ഞാൻ വീഡിയോസ് കണ്ടിട്ട്. പക്ഷെ അങ്ങനെ വന്നോക്കാണ്. ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, താമസം കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ താഴോട്ടുള്ള റോഡൊക്കെ കുറെ മോശമാണ്, പൊട്ടിപ്പൊളിഞ്ഞ കിടക്കാണ്. അമ്പക്കം ഫോൾസിലെത്തി. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് എത്രയാണ്? 20%. ഹായ്. സോ 20% നമുക്ക് ഇതിന് കൊടുത്തു, പാർക്കിങ്ങിന് കൊടുത്തു. കുറച്ച് നല്ല ഡ്രൈവ് ചെയ്യാൻ കേട്ടോ. അത്യാവശ്യം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂറിന് മേലെ കഴിഞ്ഞു. മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് നമ്മള്. Let's see what they have in the down. I love in Ambakan. Okay. Good afternoon. Welcome to Inambakan. Hi. So I'm trying. There is no Indian in this list. Already morning. Morning. Okay. ഇന്ത്യക്കാരൊക്കെ മോർണിംഗ് വന്ന് പോയെന്നായിരുന്നു. അപ്പൊ അങ്ങനെ ആൾക്കാരില്ല. സോ നമ്മളായിരിക്കും ഇവിടുത്തെ ആൾക്കാരെന്ന് ചോദിക്കുന്നോ. Let's see. എന്താ ബ്യൂട്ടി അല്ല. ദിസ് ഈസ് റോയൽ ബ്യൂട്ടി മാൻ. അച്ഛനാണ് അതിന്റെ മേലാണ് ചാടാൻ പോകുന്നത്. ഓ, ജസ്റ്റ് പുഷ് ഹിം. Is your friend? Yeah, my friend. He's crazy. He's crazy. Oh my God. ഇനമ്പക്കാൻ കേട്ടോ. ഇനമ്പക്കാൻ വാട്ടർഫാൾസ് ആണത്. അപ്പോ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഡീപ്പേ ഉള്ളൂ. ആൾക്കാർ അവിടെ നിന്നൊക്കെ ചാടുന്നുണ്ട്. വലിയ ക്രൗഡ് ഇല്ല, ചെറിയ തരത്തിലുള്ള ക്രൗഡൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ നല്ല അടിക്കുന്നുണ്ടായിരുന്നു മേലൊക്കെ, അതുകൊണ്ട് മേലോട്ട് കയറാൻ കഴിഞ്ഞില്ല. അവന്റെ നടുവ് കൂടെ കയറ് കെട്ടിയിട്ടുണ്ട്, അതിൽ പിടിച്ചു വരാം. പക്ഷെ ജാക്കറ്റൊക്കെ ഫയർ ടൈപ്പ് ജാക്കറ്റാണ്. നിക്കുന്നുണ്ട് മോനെ. No girlfriend, single. Yes. You have many girlfriend. Is it easy to get girlfriend in Philippines? It's easy. Beautiful place. Oh my God. പിന്നെ അത്യാവശ്യം ഗേൾഫ്രണ്ട് ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര അത് ഒറ്റക്കൊക്കെ വരുന്ന കാരണം നിങ്ങളുടെ എല്ലാവരും ഗേൾഫ്രണ്ട് ആയിട്ട് നമുക്ക് വരുന്നത്. നിങ്ങളൊക്കെ വരുമ്പോ ഗേൾഫ്രണ്ട് ആയിട്ട് കപ്പിളായിട്ട് വന്നു. There you go.
ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് കഴിഞ്ഞൊരു വാട്ടർഫോൾസിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഒരു വട്ടം ജമ്പ് ചെയ്തുള്ളൂ, കൂടുതൽ ജമ്പ് ചെയ്യാൻ ടൈമില്ല. ഇന്നലത്തെ ഒരു ബോട്ടിനൊക്കെ ചാടുകയാണ്, എന്നെ പേടി പറയാൻ മാറിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ജമ്പ് ചെയ്യാനുള്ള ഇഷ്യൂ ഒന്നുമില്ല, മേലൊന്നും ജമ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആയതുകൊണ്ട് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പേടിക്കാവുന്നില്ല. അതൊരു അടിപൊളി സ്ഥലമാണ് സീനാമ്പക്കൻ വാട്ടർഫാൾ. റിമെമ്പർ ഇറ്റ് ആൻഡ് യു ക്യാൻ കം ആൻഡ് എൻജോയ്. ആകെ 70 രൂപ എൻട്രൻസ് ചെയ്യും, 70 പെസോ എൻട്രൻസ് ചെയ്യും, 20 പെസോ പാർക്കിങ്ങിനേ ഉള്ളൂ. ഗൈഡ് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇതാണ് ഗൈഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന. ഹെൽമെറ്റ്, ജാക്കറ്റ്, ഷൂ അടക്കം 200 പെസോ ആണ്. സോ കഴിഞ്ഞ ഒരു ഗൈഡ് എൻ്റെ കൂടെ വരുന്നത്. This is the Maguinid waterfalls. We start in the top, Okay. going down. So we start on level 8. Okay. And Level 8. we walk, Okay. going to level 7. And then there's wall climbing here, but we go down in the wall. But there's a hole, you can hold the hole, and then that's why you have 2 guides. ഈ വണ്ടിയിൽ കയറിയിട്ട് മേലോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ 8 അങ്ങനെ ഉള്ളൂ. 6 ഗൈഡ് ഉണ്ട്. അതാണ് അടുത്ത ആള്. മേലോട്ട് വന്ന് ഇവിടെ ഇറങ്ങി നമ്മളിവിടെ നടന്ന് ഇങ്ങനെ പോവാൻ. വെള്ളം സമ്മറായതുകൊണ്ട് മേലേന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ കയറി വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ടോപ്പിലെത്തി വണ്ടിയിൽ. സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി പോലാണ് കേട്ടോ. ഇത്രയുള്ള 8 അവിടുന്ന് കഴിഞ്ഞു. അവനോടൊക്കെ എനിക്ക് തോന്നുന്നു നല്ല മഴക്കാലത്തൊക്കെ കാര്യമായിട്ട് വെള്ളം ഉണ്ടാവുള്ളൂ. വെറുതെ അങ്ങനെ കൂളായിട്ട് ഇറങ്ങി പോകും. നമ്മളൊക്കെ അന്ന് മറ്റേ വാട്ടർ പ്രൂഫ് ഷൂ ഇട്ടെന്നാണ്. ഇതാകുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ചൂടാണൊക്കെ ചാൻസസ് ഉണ്ട്. ഇതാണ് വാട്ടർഫാൾസ് ഉള്ളത്. വാട്ടർഫാൾസിൽ എവിടെ അങ്ങോട്ട് വേണമെങ്കിൽ ചാടാന്ന് പറഞ്ഞു. 7 മീറ്റർ ഡീപ്പ് ഉണ്ട്, ബട്ട് അത് വരില്ല. ഇവിടെ അങ്ങോട്ട് കണ്ടിട്ട് ഒരു വെള്ളം ഒരു സുഖം തോന്നില്ല. സോ ആ സൈഡ് കൂടെ ക്ലൈംബ് ചെയ്ത് ഇറങ്ങണം. അതല്ല ഇനി ഒരു ടാസ്ക്. താഴോട്ട് അങ്ങോട്ടൊക്കെ വെള്ളമില്ല. നമ്മള് ആകെ ഈ 3 ലെവൽ ഉണ്ടായിരുന്നുള്ളൂ. What's your name? Sorry? Murshi. Shit. He go down now and level 5 using the rope. Okay? Ben Johnny, Ben. Are you okay? Yeah, I'm okay. Ground, huh?
അപ്പോൾ കഴിഞ്ഞു, നമ്മൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കാരണം ലെവൽ വളരെ കുറവാണ്, 3 ലെവലുള്ളൂ. താഴോട്ട് പോയി അതുപോലെ മേലോട്ട് വന്ന് കുറച്ച് ചാട്ടം ചാടി. കന്യാകുമാരി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ കവസാനിൽ, അതാണ് ബെസ്റ്റ്. അത് പക്ഷേ നല്ല എക്സ്പെൻസീവ്, 2000 ഉണ്ട്. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതിലൊരുപാട് ചാടാനും ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ടയർഡാവും. അപ്പം ഇനി ഒരു കോക്കനട്ട് കണ്ടപ്പം ഫ്രഷ് കോക്കനട്ട് കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഷേക്ക് ആക്കാം, കുറച്ചൊന്ന് ഹെവി ആയിക്കോട്ടെ. ഓക്കെ, ഏതായാലും നല്ലൊരു യാത്ര വീണ്ടും തിരിച്ചു പോകാനുള്ളതാണ്. സോ ഇന്ന് 3 ആക്ടിവിറ്റീസ് ചെയ്തു നമ്മൾ. സ്വിമ്മിങ് സർഡൻസ് ഇൻ ദ മോർണിംഗ്, അത് കഴിഞ്ഞതിന് ശേഷം മേനമ്പക്കം വാട്ടർഫാൾസ് പോയി, അത് കഴിഞ്ഞ ശേഷം അഗ്നിത് വാട്ടർഫാൾസ് പോയി. ഇതിന് മിഡിലായിരുന്നു കവസാൻ ഉണ്ടായിരുന്നത്. കവസാനിലാണ് കന്യാകുമാരിങ് ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നടന്നത്, സെബുല മോൾ ബോളിലെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്ന് ക്ലോസ് ആണ്. നാളെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു, ഏർലി മോർണിംഗ് തന്നെ പോയിട്ടുണ്ടെങ്കിൽ. സോ തിരിച്ചു പോകുമ്പോൾ വണ്ടി പെട്രോൾ ഫുള്ളാക്കി അവിടെ കൊടുത്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ. സോ വിൽ മൂവ് ബാക്ക് ടു മോൾ ബോൾ. അവരതാണ് മറ്റേ I make coconut shake. കോക്കനട്ട് ഷേക്ക് ഉണ്ടായിക്കൊണ്ടൊക്കെയാണ്. സാധാരണ എല്ലാവർക്കും പറഞ്ഞ പോലെയുള്ള ഒരു ലേശം പ്രൈസ് ആണ്, 190 എങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അങ്ങനെ അത്ര ആൾക്കാരൊന്നും എത്തുന്നുമില്ല. ഇപ്പം സീസൺ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. This is my youngest daughter, sir. I have 3 kids. 3 kids. Okay, okay. Yeah, this is only 1 girl. Yes. Your sister? No, my neighbor. Okay. We are having a coconut shake and leaving to Malbol, our place Cherryback ഹോസ്റ്റലിലേക്ക് പോവാണ്. രാത്രി അവിടെ 2 മണിക്കൂറിന്. ഈ ചെറിയ ഫിലിപ്പീൻസ് വിശേഷങ്ങളിൽ ഒന്നാണുണ്ടോ ഈ തന്തോയ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ റമ്മ്. ഇത് ഇതാണ് പ്രൗഡ്ലി ഫിലിപ്പിനോ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഫിലിപ്പീൻസുകാരുടെ മെയിൻ ഐറ്റാണെന്ന് തോന്നുന്നത്. എല്ലാ സ്ഥലത്തും ഇതിന്റെ ബോർഡാണുള്ളത്. ഈ പലവാലിന് ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്ഥലത്ത് ഇതിന്റെ ബോർഡാണുള്ളത്. ഇതാണ് ഒരു ഈ കെറവിലൊക്കെ ഉള്ള സ്ലോ ഡൗൺ, ഇങ്ങനത്തെ എല്ലാ സാധനവും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഈ ഒരു സാധനം. നമ്മൾ ദുബായിലെ കണ്ടിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ഇവര് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന അമ്മേരെ ഫിലിപ്പീൻസാണ്. ഫിലിപ്പീൻസ് ഉണ്ടെങ്കിൽ ആ ടീം ജയിക്കുന്നവരല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആക്റ്റീവ് ആണ് ഈ കാര്യത്തിൽ. എല്ലാ സ്ഥലത്തും എല്ലാ സ്കൂളിനും ഒറ്റത് പോലും ഞാൻ കോട്ട് കണ്ടത് ബാസ്കറ്റ് ബോൾ മാത്രം. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ നിർത്തിയാട്ടോ. ചിക്കന്റെ ഫീറ്റ് ആണ്. ചിക്കൻ ഫീറ്റ് റൈറ്റ്? ഓ, യു വിൽ ഈറ്റ് ചിക്കൻ ഫീറ്റ്. അതുപോലെ ചിക്കന്റെ സ്കിന്ന്, പിന്നെ പോർക്ക് ഉണ്ട്. അത് പറ്റി. ദിസ് ഈസ് സോസേജ്. ദിസ് വൺ Hot dog. Hot dog. Skinless. This one? Chicken liver. So which one is pork? Pork. This one, pork. Oh, this one is pork. This one is chicken skin. Chicken. You are making liver for me? Yeah, Okay. Your name? I'm Justini. Justini. So here we have our chicken liver. Chicken liver. So just let me have it. liver കുഴപ്പമില്ല. നമ്മള് കോഴിപ്പാട്സ് ഉണ്ടാക്കുന്നല്ലേ, കോഴിപ്പാട്സുള്ള തന്നെ കുഴപ്പമില്ലട്ടോ. അത് ഫുള്ളുള്ള എന്തൊക്കെ ഇട്ടിട്ട് സെറ്റായി തന്നാണ്. വണ്ടി തിരിച്ചു കൊടുക്കാൻ പോവാണ്. തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഫുൾ ടൈം ആക്കണം. നമ്മൾ ഓൾമോസ്റ്റ് 2 കട്ടതിന് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നോക്കിയപ്പോ ഒരു കളർ 95 ആണെന്നാ പറഞ്ഞ. അടിച്ചു നോക്കാം. ഇവിടെ നമ്മള് അത് എല്ലിടോന്ന് അടിച്ചപ്പോ 70 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ 67.79 ഉള്ളു. കുറവാണ്. ഡീസലിനാണെങ്കിൽ 60 പോയിന്റ് ഉള്ളത്. 65